കളങ്കാവൽ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് സംഗീത സംവിധായകൻ മുജീബ് മജീദാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജിബിക, സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. മ്യൂസിക്കിലേക്ക് എത്തിയത് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞോളൂ, ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? മ്യൂസിക്കിലേക്ക് എത്തിയത് ഫാമിലിയിൽ ചെറുപ്പം മുതലേ മ്യൂസിക് ഉണ്ട്. എല്ലാവരും നന്നായിട്ട് പാട്ട് കേൾക്കും, പാട്ട് പാടുന്നവരാണ്. റിതം സൈഡ് നല്ല സ്ട്രോങ് ആണ് എല്ലാവരുടെയും, അത്യാവശ്യം നല്ല താളം ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഫാമിലിയിലുണ്ട് മ്യൂസിക്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഡയറക്ടർ ആവണം എന്നുള്ള ആഗ്രഹം 9th പഠിക്കുമ്പോഴാണ് ഞാൻ താൽ എന്ന് പറഞ്ഞ ആൽബം കേട്ടിട്ടാണ് അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത്. ഏത് പാട്ടാണ്? താലിലത്തെ എല്ലാ പാട്ടുകളും. പക്ഷെ അതിൽ ഫസ്റ്റ് ട്രാക്ക് അന്ന് ഓഡിയോ കാസ്റ്റ് ആണല്ലോ, അപ്പോൾ അതിലത്തെ യഷ്കുബീന എന്ന് പറഞ്ഞ ട്രാക്ക് തുടങ്ങുമ്പോൾ തന്നെ ആൽബത്തിലേക്ക് ഇന്നാണ്. അപ്പോൾ അത് അന്ന് ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു അത്. സോ അതിന് മുന്നേ പാട്ടുകൾ എ ആർ റഹ്മാൻ്റെ ട്രാക്സ് ഒക്കെ ഒരുപാട് കേൾക്കുമെങ്കിലും ഇതിൽ നിന്നാണ് ഒരു സ്പാർക്ക് വന്നത്. അതിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്ന ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ ഇത് സംഭവിക്കുന്ന 9th പഠിക്കുമ്പോഴാണ്. അപ്പം അന്ന് മുതലേ ഇങ്ങനെ മ്യൂസിക് ആഗ്രഹം ഉണ്ട്. പിന്നെ +1 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഇതിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് അറിയുന്നത്. ഇപ്പോൾ സൗണ്ട് എഞ്ചിനീയർ ഇതൊക്കെ. അങ്ങനെ +1 കഴിഞ്ഞപ്പോൾ സൗണ്ട് എഞ്ചിനീയറിങ് അന്ന് തൃശ്ശൂർ ചേതനയിൽ സൗണ്ട് എഞ്ചിനീയറിങ് കോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് അത് ചേരണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഡിഗ്രി കഴിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ്. സോ ഡിഗ്രി തുടങ്ങുന്ന സമയത്ത് ഞാൻ തന്നെ സോഫ്റ്റ്വെയർസൊക്കെ പഠിച്ചു തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഈ ഒരു ജേർണിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം ഞാൻ അതുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇന്ന സോഫ്റ്റ്വെയർ കുറേ പേര് പറഞ്ഞു തരാൻ തുടങ്ങിയത്, ഇന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്. അപ്പം അന്ന് എൻ്റെ ഒരു കസിൻ എന്നെ തൃശ്ശൂർ ഒരു വർണ്ണം ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. അപ്പോൾ അന്ന് പോൾ ജി, മുസ്തഫക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ടീൻസൺ. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഒരു പ്രോസസ്സുകൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തന്നെ പ്രോഗ്രാമിങ് ചെയ്തു തുടങ്ങി. കുറേ ചാനൽസിനൊക്കെ വേണ്ടി മ്യൂസിക്കൊക്കെ ചെയ്തു തുടങ്ങി തന്നെ, കുറച്ച് ചെറിയ. പിന്നെ ഞാൻ ചെന്നൈയിൽ പോയി പഠിച്ചു. സോ അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്, ചെന്നൈയിൽ പഠിക്കാൻ പോയത്. ആരാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്ത മ്യൂസിക് ഡയറക്ടർ? ആദ്യമായിട്ട് ഞാൻ മീറ്റ് ചെയ്ത മ്യൂസിക് ഡയറക്ടർ എനിക്ക് തോന്നുന്നു മോഹൻ സിത്താരയെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതൊരു തൃശ്ശൂർ. അതെ അങ്ങനെ ഞാൻ മീറ്റ് ചെയ്തത്. പക്ഷെ അതിങ്ങനെ ഒരു വർക്കിൻ്റെ ആവശ്യത്തിനൊന്നുമല്ല, ജസ്റ്റ് കണ്ട് മീറ്റ് ചെയ്തു എന്നുള്ളൂ. കളങ്കാവിലേക്ക് എത്തി എങ്ങനെയാണ്? കളങ്കാവിലേക്ക് എത്തുന്നത് കിഷ്കിന്ത തുറന്ന ഡോറ് ഓപ്പൺ ചെയ്ത് തന്നു എനിക്ക്. അപ്പോൾ എൻ്റെ മമ്മൂക്കെന്നെ സുനിൽ സിംഗ് വിളിക്കുന്ന മമ്മൂക്കാക്ക് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് കളങ്കാവിലേക്ക് വരുന്നത്. പിന്നെ അതിൻ്റെ പാരലലി ഞാൻ രേഖാചിത്രം കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണക്റ്റഡ് ആയിരുന്നു രേഖാചിത്രത്തിൽ. ഇപ്പോൾ ആൻഡോ ചേട്ടനായാലും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു മിസ്റ്ററി മൂഡുള്ളൊരു സിനിമയാണ്. ഈ പാട്ടുകൾ എങ്ങനെ വേണമെന്ന് കൃത്യമായിട്ടൊരു ധാരണ തന്നിരുന്നോ? കളങ്കാവല്ല. യെസ്. അപ്പോൾ ഇതിലത്തെ ഒരു ക്യാരക്ടർ കുറേ തമിഴ് പഴയ പാട്ടുകൾ കേൾക്കുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് അതുപോലത്തെ ഒരു ട്രാക്കുകൾ ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അതിൽ നിലാക്കായും എന്ന് പറഞ്ഞ ട്രാക്ക് അതിലൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രാക്കാണ്. അങ്ങനെ അതിലൊരു പ്രോപ്പർ ക്ലാരിറ്റി ഉണ്ടായിരുന്നു എല്ലാത്തിനും. സോ അത് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, ക്ലാരിറ്റി എന്ന് പറയുന്ന സാധനം. സോ അതിലെ പാട്ടുകളെല്ലാം തന്നെ ഒരു റെട്രോ സ്റ്റൈലുള്ള പഴയ ഇളയരാജ ടച്ചിലൊരു പാട്ടാണ്. ആ രീതിയിലൊരു നിർദ്ദേശം ഉണ്ടായിരുന്നോ? ആ ഒരു പഴയ കാലത്തെ പാട്ടുകൾ തമിഴ് പാട്ടുകൾ പോലെ തോന്നിക്കണം എന്ന്? അത് ഞാൻ പറഞ്ഞില്ല, ഒരു ക്യാരക്ടർ അങ്ങനത്തെ പാട്ടുകളാണ് കേൾക്കുന്നത്. അപ്പോൾ എനിക്കതൊരു ചാലഞ്ചാണ്, പഴയ പോലെ ചെയ്യാം, അതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ലീനാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്ന ട്രാക്സ് ഒക്കെ. അന്ന് ആ ഒരു ടെക്നോളജി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ തന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് തൊട്ടേ നമ്മളത് പ്ലാൻ ചെയ്യണം. സോ ഫസ്റ്റ് മെലഡി അതുപോലെ ആവണം, പിന്നെ അതിനെ ബാക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എങ്ങനെയായാലും അത് പ്രോപ്പറായിട്ട് എൻ്റയർലി സൗണ്ട് ചെയ്യിക്കുന്നതൊക്കെ നമ്മൾ ആ പഴയ രീതിയിൽ. അപ്പോൾ അതെനിക്കൊരു ചാലഞ്ചായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തതാണ്. ഈ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം പോകുക ഏതെങ്കിലും പഴയ പാട്ടുകൾ പുതിയ രീതിയിൽ ആവിഷ്കരിക്കാമെന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നോ? ഫ്രഷ് ആയിട്ടുള്ള പാട്ടുകൾ തന്നെ വേണമെന്ന്? അതെ. അത് നമ്മൾ കളക്റ്റീവിൽ എടുത്തൊരു തീരുമാനം തന്നെയായിരുന്നു അത്. കാരണം എനിക്കും അതൊരു എന്താ പറയുക, ഒരു ബ്രേക്ക് ചെയ്യാൻ കിട്ടുന്ന, കാരണം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു പലരും ഒരിക്കലും നിലാകായം പോലത്തെ ഒരു ട്രാക്ക് നമുക്ക് ആ പടത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു, ഇങ്ങനത്തെ ഒരു റെട്രോ പരിപാടി തന്നെ പിടിക്കാമെന്നുള്ള രീതിയിൽ. ഇളയരാജ ഇൻസ്പിറേഷൻ ആണോ? പിന്നെ പണ്ട് കേട്ട് വളർന്നത് അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ എംബസി സാറായാലും ഞാൻ ഒരുപാട് പാട്ടുകൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ റെട്രോ എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അതിലേക്ക് കണക്റ്റഡ് ആവും. കരിയറിൽ ചെയ്യുന്ന രണ്ടാമത്തെ മമ്മൂട്ടി സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. രേഖാചിത്രത്തിലൊരു മമ്മൂട്ടി സാന്നിധ്യം ഉണ്ടായിരുന്നു, അതൊരു അദൃശ്യ സാന്നിധ്യമായിരുന്നു. ഇതിൽ വരുമ്പോൾ പുള്ളി ഡയറക്റ്റ് നയം ഒരു മമ്മൂക്ക പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയിൽ അങ്ങനെയാണ് നോക്കുള്ള ആദ്യത്തെ സിനിമയല്ലേ ഇത്? അതെ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു?
അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് അപ്പോൾ മ്യൂസിക് ഡയറക്ടർ ആവണം എന്ന് ഉള്ള സമയത്തെ ഒരു മമ്മൂട്ടി പടം ചെയ്യണമെന്ന് ഭയങ്കര അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് മെൻ്റലി ഐ വാസ് പ്രിപ്പയർഡ്. സോ ഇത് കൂടുതൽ എക്സൈറ്റ്മെൻറ്റേ തന്നിട്ടുള്ളൂ. പിന്നെ അതും നമുക്കിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഇങ്ങനത്തെ ഒരു പടത്തിൽ ഭാഗമാവാൻ പറ്റിയെന്നില്ല ഭയങ്കര ഹാപ്പി. നമ്മളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനുള്ള അങ്ങനത്തെ ഒരു സിനിമയിൽ. അതെ അതെ അതെ, ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു മമ്മൂട്ടിയുടെ സിനിമ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, മെൻ്റലി പ്രിപ്പയർഡ് ആണെന്ന് പറഞ്ഞ് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നോ ചെയ്യാനായിട്ട്? ഒരു കൈ അഴിച്ചുവിടുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു? പിന്നെ അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് മൊത്തം ഇപ്പോൾ ജിതിനായാലും സോ എനിക്ക് ഈ പറഞ്ഞ പോലെ കിഷ്കിന്ത ആ ഒരു സിനിമ ഈ പറഞ്ഞ പോലെ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ഏറ്റവും വേണ്ടത് ട്രസ്റ്റാണ് ഫ്രം ദ ഡയറക്ടർ. അപ്പോൾ നമ്മൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ ആദ്യം ജിതിന് ഉദ്ദേശിക്കുന്ന മ്യൂസിക് ആയിരിക്കില്ല ഞാൻ കൊടുക്കുന്നതും, അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ജിതിന്. അപ്പോൾ നമ്മളൊരു സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു പോയിന്റിലോട്ട് എത്തി അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്ത് വന്നേക്കാം. അപ്പോൾ ഫ്രീഡം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യണത് റെഡി എന്നുള്ളതല്ല, ഞാൻ ജിതിൻ പറയുന്നത് കേൾക്കാനും ഞാൻ റെഡിയാണ്. ബിക്കോസ് പുള്ളിയുടെയാണ് വിഷൻ. ജിതിനറിയാം എന്താ എങ്ങനെ വേണ്ടതെന്നുള്ള ചില സീനുകൾ എങ്ങനെ ലിഫ്റ്റ് ചെയ്യണം. സോ അത് അടിപൊളിയായിരുന്നു. ഈ കിഷ്കിന്താകാന്ഡം കരിയറിൽ ഉണ്ടാക്കിയൊരു മാറ്റം എന്തായിരിക്കും? അതിപ്പോൾ കളങ്കാവലൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഇപ്പോൾ കിഷ്കിന്ത കഴിഞ്ഞ രേഖാചിത്രം ആയാലും ഈ പറഞ്ഞ പോലെ മമ്മൂക്കാൻ്റെ ഒരു ഓറ പടത്തിൽ ഭയങ്കരമായിട്ടുണ്ട്. അതൊക്കെ തന്നെ. ഈ പശ്ചാത്തല സംഗീതം ചെയ്യാനാണോ അതോ ഈ പാട്ടുകൾ ചെയ്യാനാണോ കുറച്ചുകൂടി താരതമ്യേന എളുപ്പം? എനിക്ക് രണ്ട് ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കാരണം അതിൽ വേറൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. പിന്നെ ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ പടവുമായി ബ്ലെൻഡ് ചെയ്ത് നിൽക്കണം ആഗ്രഹിക്കുന്ന ആൾ. അപ്പോൾ പാട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് കൂടുതൽ പടങ്ങളും ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴാണോ കുറച്ചുകൂടി നമ്മളൊരു എഫേർട്ട് ഉണ്ടാവുന്നത്, എഫേർട്ട് എടുക്കുന്നത്? കാരണം സ്ക്രിപ്റ്റുമായിട്ട് ചേർന്ന് പോകണമല്ലോ. അതെ, എഫേർട്ട് സെയിം തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഡയറക്ടറിൻ്റെ ക്ലാരിറ്റി ഭയങ്കര ഇതാണ് ഇതിൽ. പുള്ളിയുടെ ഒരു വിഷൻ, പുള്ളിക്ക് എന്ത് വേണം എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ടഫായിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എന്താ വേണ്ടതെന്നുള്ളത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ബാക്ക് ആൻഡ് ഫോർത്ത് ചെയ്ത് കുറേ ചെയ്തിട്ടായിരിക്കും നമ്മളൊരു പോയിന്റിൽ എത്തുന്നത്. സോ അത് ക്രാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസിയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളായാലും. ഒരുപാട് പാട്ടുകൾ കേൾക്കുന്ന ആളെന്ന് പറഞ്ഞു. ഒരു പശ്ചാത്തല സംഗീതം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടുള്ളൊരു ഐറ്റം. എനിക്ക് മണിച്ചിത്താഴത്തെ സ്കോർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു രുദ്രവീണയുടെ സൗണ്ട്. അതെ 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 അതെ. കാരണം ഒരു ചെറിയൊരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഭയങ്കര സംഭവം. പിന്നെ എനിക്ക് ജോൺസൺ മാഷിൻ്റെ ഒക്കെ അതേപോലെ ഔസേപ്പച്ചൻ സാറിൻ്റെ ഒക്കെ സ്കോറുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ വിദ്യാസാഗർ സാറിൻ്റെ മലയാളത്തിലൊക്കെ. പിന്നെ ഇളയരാജ സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, റഹ്മാൻ സാറിൻ്റെ ഒക്കെ എനിക്ക് ഇഷ്ടമല്ല. അതങ്ങനെ ഞാൻ പറഞ്ഞത് അതങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും കുറേ ഉണ്ട് ആക്ച്വലി. ഞാൻ മുമ്പൊരു അഭിമുഖത്തിൽ താങ്കൾ തന്നെ പറഞ്ഞാണ് യോദ്ധയിലെ നിർണയത്തിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ വളരെ അണ്ടർറേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ അതെ. പണ്ട് എനിക്ക് തോന്നുന്നു അന്നത് അത്രയും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അന്നത് ചെറിയ പ്രായത്തിൽ എനിക്കത് ഭയങ്കരമായിട്ട് അന്നത്തെ ആ സൗണ്ട് വരെയുള്ളതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറേ പേര് അതിനെക്കുറിച്ച് അറിയുന്നതും ആളുകൾ എൻജോയ് ചെയ്യുന്ന രീതിയിൽ വന്ന മാറ്റമായിരിക്കും. ആയിരിക്കാം. കാരണം അന്ന് ആ സൗണ്ടൊക്കെ ഭയങ്കര പുതിയതായിരുന്നു മലയാളത്തിൽ. അതെ. ഈ സ്ഥിരം ഒരു കഴിഞ്ഞ തവണ ചെയ്ത ഒരു പടത്തിൽ നിന്ന് മാറിയിട്ട് പുതിയതെന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് എപ്പോഴും ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. അത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, വേറെ വേറെ ജോണേഴ്സ് ട്രൈ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ത്രില്ലേഴ്സ് ആണെങ്കിലും ഇപ്പോൾ കുറേ ത്രില്ലേഴ്സ് ഞാൻ ചെയ്തു. പക്ഷെ അതിൻ്റെ ഒരു പാലറ്റ് ഭയങ്കര ഡിഫറെൻറ്റാണ്. അപ്പോൾ കഥ പറയാൻ ഉദ്ദേശിക്കുന്ന രീതികളും മ്യൂസിക്കലി പോകേണ്ട രീതികളൊക്കെ ഭയങ്കര ഡിഫറെൻറ്റ്. അപ്പോൾ അതിൽ തന്നെ കുറേ ഡിഫറെൻറ്റ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്ത മന്ദാരം തൊട്ട് ഇപ്പോൾ എക്കോ വരെ പലതും പല ജോണേഴ്സിൽ തന്നെ പോയിരിക്കുന്നു. മന്ദാരം കഴിഞ്ഞ് തിങ്കളാഴ്ച നിശ്ചയം ഇൻ്റർലി വേറൊരു പരിപാടിയായിരുന്നു. 1744 വൈറ്റ് ഓൾട്ടോ അത് വേറെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. വൈറ്റ് ഓൾട്ടോയിൽ കുറച്ചൊരു റെട്രോ സ്റ്റൈൽ ഉണ്ടല്ലോ അല്ലേ? അതിൽ കുറച്ചും കൂടെ ഹിപ്പ് ഹോപ്പും പിന്നെ ഒരു കൺട്രി ഫോക്ക് അങ്ങനത്തെ ആയിരുന്നു നമ്മൾ ട്രൈ ചെയ്തിരുന്നത്. മുമ്പ് പറഞ്ഞിട്ടുണ്ടാവാം ഹാൻസ് സിമർ ഇൻസ്പിറേഷൻ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര ഇൻസ്പിറേഷനാണ് പുള്ളിയുടെ ഒരു സൗണ്ട്, അതായത് ആ ഒരു ക്വാളിറ്റി ഞാൻ ഭയങ്കരമായിട്ട് ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ ഒരു ബിഗ്നെസ്
സോ പണ്ട് മുതലേ പുള്ളിയുടെ മ്യൂസിക് തന്നെ ഭയങ്കരമായിട്ട്, മ്യൂസിക്കിൻ്റെ മാത്രമല്ല പുള്ളി പടത്തിന് കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അത് എത്രയും ഹെവി മ്യൂസിക് ആണെങ്കിലും അത് ഒരിക്കലും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല. പടത്തിനോട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് പുള്ളി സ്കോർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടം. സോഷ്യൽ മീഡിയയിൽ മലയാളത്തിൻ്റെ ഹാൻഡ് സിമ്മർ എന്നൊരു പേരുണ്ടെന്നുള്ള അറിയോ? ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇൻ്റർവ്യൂവിൽ ഒരു റൈറ്റിംഗ് ഞാൻ വായിച്ചത്. ഈ ഹാൻഡ് സിമ്മറും എ ആർ റഹ്മാനും കൂടി രാമായണം ചെയ്യുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് വെയിറ്റ് ചെയ്യുന്നത്. മലയാളത്തിൽ ഒരു ഇഷ്ടസംഗീത സംവിധായകൻ അങ്ങനെയുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ. ഇത് പഴയതാണ്. എനിക്ക് എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, ജോൺസൺ മാഷിൻ്റെയൊക്കെ പാട്ട് ഭയങ്കരമായിട്ട് ചെറുപ്പം മുതലേ വീട്ടിൽ അതൊക്കെ ഉള്ളതാണ്. രവീന്ദ്രൻ മാഷിൻ്റെ ആയാലും ബാബുരാജ് സാറിൻ്റെ ആയാലും പാട്ടുകൾ ഫാമിലിയിൽ വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് പാട്ടുകൾ കേൾക്കുമായിരുന്നു. നിങ്ങൾ ഫാമിലിയൊക്കെ ഒത്തുകൂടുമ്പോൾ ഇതുപോലെ പാട്ടുകളൊക്കെ പാടി അങ്ങനെ ഇരിക്കുമോ? പിന്നെ ഭയങ്കര രസമാണ്. കവാലി സെറ്റപ്പിൽ കവാലില്ല, ഫിലിം സോങ്സ് തന്നെ എല്ലാവരും പാടുന്നതുകൊണ്ടായാലും എങ്ങനെ വട്ടം കൂടിയിരുന്നാണോ പാടുക? എങ്ങനെ ഇരിക്കണേൻ്റെ അല്ല, എല്ലാവരും ഉണ്ടെങ്കിൽ ബഹളമാണ്. പാട്ട് ഉണ്ട് ഫാമിലിയിൽ എല്ലാവരും. ഹാർമോണിയൊക്കെ വെച്ചിട്ടാണോ പാടുക? എന്തെങ്കിലും പെർക്കഷൻ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഡ്രീം സോങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പരീക്ഷിക്കുക എന്നുള്ള മാത്രമാണ്. അതെ, എനിക്ക് തോന്നുന്നത് ഓർഗാനിക്കലി ആ ഫ്ലോയിൽ അങ്ങ് പോവുക എന്നുള്ളത് തന്നെയാണ്. പാട്ടുകൾ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടോ? പണ്ടെപ്പോഴോ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടപടിയാവില്ല. പിന്നെ കൊണ്ട് എഴുത്ത് നടക്കില്ല. ഈ എഴുത്തും മ്യൂസിക്കും ഒരാൾ തന്നെയാകുമ്പോൾ അതിന് കുറച്ചുകൂടി എളുപ്പമാവില്ലേ? വരി എഴുതാന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാണോ? അതന്നെ ആയിരിക്കുള്ളൂ. അല്ല, എനിക്ക് തോന്നുന്നു അത് ചെയ്യാൻ വേറെ നല്ല അടിപൊളി ആൾക്കാരുണ്ട്, അതിൽ ആശ്രയിക്കായിരിക്കും നല്ലത്. ഈ വരി എഴുതിയിട്ട് മ്യൂസിക് ചെയ്യുന്നതാണോ അതോ മ്യൂസിക് ചെയ്തിട്ട് വരി എഴുതുന്നതാണോ കുറച്ചുകൂടി സുഖമായിട്ട് പേഴ്സണലി തോന്നിയിട്ടുള്ളത്? ഞാൻ കൂടുതലും ട്യൂൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചെയ്തേക്കുന്നത്. കളങ്കാവിൽ അങ്ങനെ തന്നെയായിരുന്നോ? അതെ, നമ്മൾ ആദ്യം ട്യൂൺ ചെയ്തിട്ട് പിന്നെ വിനായക് ഹരിത എഴുതിയത്. ഈ കളങ്കാവിൽ ഏറ്റവും കൂടുതൽ ട്യൂൺ ചേഞ്ച് ചെയ്തിട്ടുള്ള ഏത് പാട്ടിനായിരിക്കും? ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല, എല്ലാം ഫസ്റ്റ് ഇതിൽ തന്നെ ഡിസ്കഷനിൽ തന്നെ എല്ലാം അപ്രൂവ് ആയി പോയിട്ടുണ്ട്. പുതിയ സിനിമകൾ ചത്താപ്പച്ച, പിന്നെ ഒരു തമിഴ് ഫിലിം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പോൾ. ഈ ചത്താപ്പച്ചയിൽ ശങ്കർ ഇസാൻ ടീം ഉണ്ടായിരുന്നു. അതെ, അവരാണ് സോങ്സ് ഒക്കെ അവരെ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അവരെ മീറ്റ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നോ? നമ്മൾ ഗൂഗിൾ മീറ്റിൽ സംസാരിച്ചിരുന്നു. ഞാനും അവരെ പാട്ട് കളങ്കാവില്ലേ ചെയ്ത പാട്ടുകൾ മമ്മൂക്ക കേട്ടിരുന്നോ? പിന്നെ നമുക്ക് കേട്ടിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന. അതെ, നമുക്ക് ഏതെങ്കിലും പാട്ടിനെ പറ്റി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞോ? ഇല്ല, പുള്ളി എല്ലാ ട്രാക്കുകളും പുള്ളിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഇന്നലെ ഇറങ്ങിയ റെഡ് ബാക്ക് ജിതിൻ തന്നെ എഴുതി, ജിതിൻ തന്നെ മ്യൂസിക്, അതിനെപ്പറ്റി പറഞ്ഞിരുന്നോ? നേരത്തെ പറഞ്ഞിരുന്നോ? ഇല്ല, അത് നമ്മൾ ടൈറ്റിൽസ് ചെയ്യുന്ന സമയത്ത് ജിതിൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് കേട്ടോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാൽ കൊള്ളാം, നമുക്കിതിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം സംസാരിക്കാൻ പറ്റിയതിൽ. നല്ല നല്ല അവസരങ്ങൾ, പുതിയ സിനിമകളായിട്ട് വരട്ടെ.